പാലക്കാട് പൊതുപരിപാടിയിൽ പങ്കെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നഗരസഭയിലെ 36-ാം വാർഡിലെ കുടുംബശ്രീ വാർഷിക പരിപാടിയിലാണ് രാഹുൽ പങ്കെടുത്തത്. രാഹുൽ പങ്കെടുക്കുന്നത് രഹസ്യമായി സൂക്ഷിച്ചായിരുന്നു പരിപാടി. കൂടുതൽ വിവരങ്ങളുമായി അജിത് ബാബു ചേരുകയാണ് പാലക്കാട് നിന്ന്. അജിത്ത്, പാലക്കാട് വന്നു കഴിഞ്ഞാൽ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്ന് മാത്രമല്ല വലിയ പ്രതിഷേധമുണ്ടാകും എന്നൊക്കെയായിരുന്നു BJP-യും പിന്നീട് CPI-യും ഒക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. രജീഷ് രവീന്ദ്രൻ, അതിനു മുമ്പ് ഈ വാർഡിലെ കൗൺസിലർ ആരാന്ന് പറയേണ്ടതുണ്ട്. അത് ഇത്തരത്തിൽ മൻസൂർ മണലാഞ്ചേരി എന്ന് പറയുന്ന വാർഡ് കൗൺസിലറാണ്, കോൺഗ്രസിൻ്റെ കൗൺസിലറാണ്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി കൂടിയായി നിൽക്കുന്ന ആളാണ്. നേരത്തെ രാഹുൽ പാലക്കാട് വന്നാൽ കവചം ഒരുക്കും എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും അത് വലിയ വിവാദമാകുകയും ചെയ്ത ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുള്ള കൗൺസിലർ കൂടിയാണ്. മാത്രമല്ല വളരെ രഹസ്യമായി, ഇതൊരു പൊതുപരിപാടിയാണെങ്കിൽ പോലും രഹസ്യമായി പോസ്റ്ററുകളൊന്നും പുറത്തിറക്കാതെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്. രാഹുൽ ഇന്ന് പാലക്കാട് നിന്ന് കോഴിക്കോട് പോയി അവിടെ നിന്ന് തിരിച്ചെത്തിയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. അതായത് പ്രതിഷേധങ്ങൾ ഉണ്ടാവാതിരിക്കാൻ രാഹുൽ പങ്കെടുക്കുന്നത് രഹസ്യമായി സൂക്ഷിക്കുക എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഒരു പ്രചരണവും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല. നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ പരിപാടി നടന്നതിന് ശേഷമാണ് കാര്യങ്ങൾ അറിഞ്ഞത്. അത്തരത്തിൽ ഒരു പ്രചരണവും കൊടുക്കാതെ രാഹുലിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിരിക്കുന്നത്. മൻസൂർ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ കൗൺസിലർമാരാണ് ഇത്തരത്തിൽ ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഒരു കുടുംബശ്രീയുടെ വാർഷിക പരിപാടിയിലാണ് രാഹുലിനെ പങ്കെടുപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷം ഇതിൻ്റെ വീഡിയോ ഉൾപ്പെടെ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക്, പ്രത്യേകിച്ച് രാഹുൽ ഷാഫി പക്ഷക്കാരായിട്ടുള്ള എല്ലാ ഹാൻഡിലുകളിലും ഇപ്പോൾ ഇതിനോടകം തന്നെ വീണ്ടും രാഹുൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് നേരത്തെ തന്നെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു തരത്തിലുള്ള പ്രചരണവും കൊടുക്കാതെ ഈ പരിപാടി സംഘടിപ്പിക്കുക, അത് ഷൂട്ട് ചെയ്തതിനു ശേഷം പ്രചരിപ്പിക്കുക എന്നൊരു തീരുമാനമാണ്. അതുതന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാനും കഴിയുന്നത്. എല്ലാ ഹാൻഡിലുകളിലും ഇത് പ്രത്യക്ഷമായി എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു കാണേണ്ടതുണ്ട്. രാഹുൽ ഷാഫി പക്ഷക്കാരനായി ഉറച്ചു നിൽക്കുന്ന ആളാണ് മൻസൂർ മണലാഞ്ചേരി. അദ്ദേഹത്തിൻ്റെ വാർഡിലാണ് ഈ കുടുംബശ്രീ വാർഷിക പരിപാടിയിൽ രാഹുലിനെ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. ശരി അജിത്ത്.